ഹായ് നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് മുട്ട മസാലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലും നമ്മൾ കുക്കറിലുമാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് വളരെ എളുപ്പത്തിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഇതൊന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. വാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് മുട്ട മസാലക്കറി വയ്ക്കാനായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്ത് ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ മുറിച്ച് കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനെ കുക്കറിലേക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ഇനി ഒരു വലിയ സവാള ഉള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യം 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതിന്. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം 2 കപ്പ് അളവിൽ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനിയേ നമുക്കിതിനെ ഒന്ന് കുക്കറിൽ അടപ്പൊക്കെ അടച്ചിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. എൻ്റെ കുക്കറിൽ ഞാൻ 1 വിസിലാണ് കേൾപ്പിച്ചത്. 1 വിസിൽ കേൾപ്പിച്ചിട്ട് ആവി മുഴുവൻ നന്നായിട്ട് പോയതിന് ശേഷം വിസിൽ നമ്മൾ തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊട്ടറ്റോയൊക്കെ നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മുട്ട ശരിയാക്കി എടുക്കാം. ഞാനിവിടെ 6 മുട്ടയാണ് എടുത്തേക്കുന്നത്. അതിന് ഞാനിവിടെ പുഴുങ്ങി അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് അതിനെ ഒരു ഹാഫായിട്ട് മുറിച്ചിവിടെ സെറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി നമ്മുടെ കുക്കർ ഒന്ന് നോക്കാം. ഇപ്പം ഏകദേശം നമ്മുടെ 1 വിസിലിവിടെ വന്നിട്ടുണ്ട് എൻ്റെ കുക്കറിൽ. ഞാനിതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മാറ്റി വെച്ചിട്ട് നമുക്കിതൊന്ന് ആവിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങും തക്കാളിയും എല്ലാം ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായപ്പോഴേക്കും 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും ഇനി 1 ടീസ്പൂണും കൂടെ ജിഞ്ചറും ഗാർലിക്കും കൂടെ ചതച്ചത് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് റോസ്റ്റായി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു 6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെല്ലാത്തിനും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്റ്റൗവിൻ്റെ തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് തന്നെ ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഗരം മസാലയും കൂടി ഒന്ന് നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വന്നപ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കുക്കറിൽ നിന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുക്കറിൽ നിന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനിയേ ഇതിനകത്ത് നിന്ന് നമുക്കൊരു കുറച്ച് ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് മാറ്റിയിട്ട് ഇതിനെ മാറ്റണ ഉരുളക്കിഴങ്ങ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഈ കറിയിലേക്ക് നമുക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പം ഇത് നമ്മുടെ കറിയുടെ ഗ്രേവി നല്ല തിക്കാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം ഞാൻ ആ ഉരുളക്കിഴങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം വേണേ. അപ്പോൾ ഈ അരച്ച പാത്രം ഒന്ന് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിന് നന്നായിട്ടൊന്ന് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കറിയുടെ ഗ്രേവിയൊക്കെ നല്ല അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിന് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. നമ്മുടെ കറിയുടെ ഉപ്പെല്ലാം എനിക്കിവിടെ പാകമായിരുന്നേ. എന്നിട്ട് ഇതിനെ മൂടി വെച്ച് നമുക്കൊരു 1 മിനിറ്റ് ഒന്ന് വേവിക്കാം കേട്ടോ.
അപ്പോൾ അതിന് ശേഷം മൂടി തുറന്നിട്ട് നമുക്ക് ഈ മുട്ട പീസായിട്ട് വെച്ചേക്കുന്ന ഓരോന്നോരോന്നായിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ചാറ് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മുട്ടയിലേക്ക് നമ്മുടെ കറിയുടെ ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങും കേട്ടോ. ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് എടുത്ത് നന്നായിട്ട് ചുറ്റിച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് ഇതിനെ വേവിക്കാം കേട്ടോ. 1 മിനിറ്റിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ആഡ് ചെയ്താൽ മതി. ചട്ടിയൊക്കെ ഒന്ന് ചുറ്റിച്ചെടുത്ത് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മുട്ട മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ നമുക്കിതിന് കിട്ടിയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ഇതിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിതിനെ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. എനിക്ക് ഉപ്പും അതിൻ്റെ എരിവും എല്ലാം വളരെ പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു ഡിഷിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.